ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങൾ ഇന്നത്തെ പരിപാടി ഷാർജ സയൻസ് മ്യൂസിയം അവിടെ വെച്ച് കാണാം. അപ്പോൾ ഞങ്ങൾ ഷാർജ സയൻസ് മ്യൂസിയത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ വില്ലയുടെ അടുത്ത് തന്നെയാണ് കേട്ടോ. 8 to 8 ആണ് ടൈമിംഗ്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ കുറച്ച് ലേറ്റ് ആയി. ഇപ്പോൾ ഒരു 6:45 ഒക്കെ കഴിഞ്ഞു. റോഡ് വലിയ കാര്യമായിട്ടുള്ള ട്രാഫിക്കൊന്നും ഇല്ല. ഇതാണ് എൻട്രൻസ് ഗേറ്റ്. ഇവിടുന്ന് കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ആയിട്ട് പാർക്കിംഗ് അവൈലബിൾ ആണ്. അപ്പോൾ റിച്ച് എസ്തും കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. എസ്തു സ്ട്രോളറിലുണ്ട്. എസ്തു ഭയങ്കര എക്സൈറ്റഡ് ആണ്, ആദ്യമായിട്ട് ഇതൊക്കെ കാണുന്നുണ്ട്. ഹാപ്പിയാണ് എസ്തു. ഇതാണ് കേട്ടോ എൻട്രൻസ്. ഇവിടെ ടിക്കറ്റ് ഉണ്ട്. അഡൽസിന് 10 ദിർഹം, ചൈൽഡിന് 5 ദിർഹം ആണ്. ഇതൊരു സ്റ്റേഷനറി ഷോപ്പ് പോലെ സെറ്റ് ചെയ്തേക്കുവാണ്. സ്ട്രെയിറ്റ് കാണുന്ന ആ ഒരു ബ്ലൂ കളർ ഒരു ഫോട്ടോ ഫ്രെയിമും ഇവിടെ കാണുന്ന ഒരു ഫ്ലോട്ടിംഗ് ഗ്രാനൈറ്റ് ബോളും ആണ്. അപ്പം ഇതൊരു ഫോട്ടോ ഫ്രെയിമാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ കയറുമ്പോൾ തന്നെ ഫസ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഗ്രാവിറ്റി വെല്ലാണ്. ഈ റൊട്ടേറ്റ് ചെയ്യണ ബോളിൻ്റെ സ്പീഡ് കൂടുന്നതായിട്ട് കാണാൻ പറ്റും. ഗ്രാവിറ്റി ഇൻക്രീസ് ചെയ്യണതിൻ്റെ ഒപ്പം ബോളിൻ്റെ സ്പീഡും കൂടുന്നതായിട്ട് കാണാം. ഇതൊരു ഹൈഡ്രജൻ കാറാണ്. ഇലക്ട്രിസിറ്റിയിൽ നിന്നും വാട്ടർ കൺവേർട്ട് ആയിട്ട് ഹൈഡ്രജൻ ഫ്യൂവലായിട്ട് എടുത്തിട്ട് ഒരു കാർ റൺ ചെയ്യണതാണ് ഇവിടെ കാണിക്കുന്നത്. കാറിൻ്റെ വീല് റൊട്ടേറ്റ് ചെയ്യണത് കാണാൻ പറ്റും. ഇതൊരു സ്പേസ് ജമ്പാണ്. ഒന്ന് ജമ്പ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ റിസൾട്ട് അവിടെ കാണാം സ്ക്രീനിൽ. ഇവിടെ 2 മൈക്രോസ്കോപ്പും കുറച്ച് ഇൻസെക്ട്സിനെ വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു ഇൻസെക്റ്റിനെ നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് ജസ്റ്റ് ഒരു സ്റ്റാറാണ്. അതിന് നമ്മൾ സ്ട്രെയിറ്റ് നോക്കാതെ സ്ട്രെയിറ്റ് കാണുന്ന ആ മിററിലൂടെ നോക്കിയിട്ട് നമ്മൾ അതിനെ ട്രേസ് ചെയ്യണം. ട്രേസ് ചെയ്യുന്ന ടൈമിൽ ആ പെണ്ണ് ഈ സ്റ്റാറിൻ്റെ ഇൻസൈഡോ ഔട്ട്സൈഡോ ടച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു ബീപ്പ് സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ബ്ലൂ പ്ലാനറ്റായ എർത്തിനെ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ കൺട്രീസിലാണ് ഡേ ആൻഡ് നൈറ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എർത്ത് റൊട്ടേറ്റ് ചെയ്യണതായിട്ട് കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഭയങ്കര എൻ്റർടൈനിങ് ആട്ടോ. വന്നാലും ടൈം പോകുന്നതെന്ന് അറിയൂല. അഡൽട്സിനാണെങ്കിലും ചിൽഡ്രൻസിനാണെങ്കിലും ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ചെയ്യാനുണ്ട്.
പിന്നെ ഇത് കാണുന്ന ഒരു 3D പിന്നാർട്ടാണ്. ഇവിടെ നമ്മൾ എന്തെങ്കിലും ആർട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ 3D ഇമേജ് അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ക്രിയേറ്റ് ആയി വരും. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് എൻ്റെ 2 ഹാൻഡ്സ് ഒന്ന് പ്രസ് ചെയ്ത് കാണിക്കുക. കണ്ടോ, ഇതിൻ്റെ 3D ഇമേജാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഇവിടെ ഒരു മൈക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ നമ്മുടെ വോയിസിൻ്റെ തന്നെ ഹൈ പിച്ചും ലോ പിച്ചും നമുക്ക് കേൾക്കാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു ഹോട്ട് എയർ ബലൂണാണ് കാണാവുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബട്ടണിൽ ഇപ്പോൾ റിച്ചു പ്രസ് ചെയ്യുന്നുണ്ട്. പ്രസ് ചെയ്യുമ്പോൾ അതിൽ ഹീറ്റ് ഇൻക്രീസ് ചെയ്യണതിൻ്റെ ഒപ്പം ആ ബലൂൺ പൊങ്ങി പോകുന്നതായിട്ട് കാണാം. പിന്നെ ഇത് കാണുന്നത് ഒരു ഹ്യൂമൻ ബോഡിയുടെ ഡൈജസ്റ്റീവ് സിസ്റ്റമാണ് ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് നമുക്ക് തന്നെ എടുത്ത് പസിൽ പോലെ സെറ്റ് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞാൽ ഇതാണ് ഒരു ഹെഡ് ഓൺ ദ പ്ലേറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് അവർ കാണിക്കുന്നത്. ഇല്യൂഷനാണ്. അപ്പം ഞാൻ കഴിഞ്ഞിട്ട് റിച്ചു കയറിയിരിക്കുവാണ്. ഈ ഒരു കൺസെപ്റ്റ് നൈസാണ് കേട്ടോ. ഇത് ജസ്റ്റ് അതിൽ സാൻഡ് ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ താഴെ ഓരോ ഡിസൈൻ ക്രിയേറ്റ് ആയിട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും. ഇത് ജസ്റ്റ് ഒരു കാറാണ്. ഇതിൽ ഗ്രീൻ സിഗ്നൽ ഓൺ ആകുമ്പോൾ ആക്സിലേറ്ററും റെഡ് സിഗ്നൽ ഓൺ ആകുമ്പോൾ ബ്രേക്കും പ്രസ് ചെയ്യണം. ഇത് ജസ്റ്റ് പവർ മെഷർ ചെയ്യാനുള്ളൊരു സൈക്കിളാണ്. എനിക്ക് അപ്പോൾ വലിയ പവറൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാട്ടോ ബോളൊന്നും പൊങ്ങാത്തത്. പിന്നെ ഇവിടെ 3 മിറർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. കോൺവെക്സ്, കോൺകേവ്, വേവി മിറർ. 3 മിററിലും നമ്മുടെ ഇമേജ് എങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നതെന്നാണ് ഇവിടെ കാണിക്കുന്നത്. കോൺവെക്സ് മിററിൽ എനിക്ക് വലിയ ചേഞ്ച് ഒന്നും തോന്നിയില്ല. വേവി മിററിൽ കുറച്ച് ഫാറ്റി ആയിട്ടാണ് തോന്നിയത്. ഹൈറ്റും കുറവായിരുന്നു. കോൺകേവ് മിററിൽ ഭയങ്കര സ്ലിം ആയിട്ടാണ് കാണുന്നത്. പിന്നെ ഇവിടെ ഒരു വൈറ്റ് സ്ക്രീനാണ് കാണുന്നത്. ഈ വൈറ്റ് സ്ക്രീനിൽ നമ്മൾ ഓരോ പ്രൈമറി കളേഴ്സും നമ്മൾ പ്രസ് ചെയ്ത് കാണിക്കുമ്പോൾ ആ സ്ക്രീൻ വൈറ്റ് ആയിട്ട് തന്നെയാണ് നമുക്ക് കാണുന്നത്. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ ഈ ഒരു ഇമേജിൽ നിങ്ങൾക്കൊരു ഡോട്ടഡ് ഡോഗിൻ്റെ പിക്ക് കാണുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇവിടെ ജസ്റ്റ് കാണിക്കുന്നത് ഒരു ആനിമേഷനാണ്. ആനിമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെന്തെങ്കിലും അതിൽ വരച്ചിട്ട് നമ്മൾ ആ സൈഡിലുള്ള ബിന്നിൽ പ്ലേസ് ചെയ്തിട്ട് ആ ഹോളിലൂടെ നോക്കിക്കഴിയുമ്പോൾ നമ്മൾ വരച്ച ആ ഒരു പിക്ക് ആനിമേറ്റഡ് ആയി പോകുന്നതായിട്ട് കാണാം. പിന്നെ ഇവിടെ കുറച്ച് പിള്ളേർക്ക് എൻ്റർടൈനിങ് ആയിട്ട് കുറച്ച് ഐറ്റംസ് വെച്ചിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഈ ഒരു വീല് സ്പിൻ ചെയ്തിട്ട് നമ്മൾ ആ മിററിൽ നോക്കുമ്പോൾ ആ ഹോഴ്സ് ആനിമേറ്റഡ് ആയിട്ട് പോകുന്ന പോലെ നമുക്ക് തോന്നും.
പിന്നെ ഇവിടെയും ഒരു ഇൻസെക്റ്റിനെ ഇങ്ങനെ മൈക്രോസ്കോപ്പിലൂടെ കാണുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കാണുന്നതിനുള്ള ഒരു സെറ്റപ്പാണ്. ഇത് ജസ്റ്റ് അവിടെ ഒരു എയർ വരുന്നുണ്ട്, അതിൻ്റെ മുകളിൽ ഒരു ബോൾ വെക്കുമ്പോൾ അത് എയറിൻ്റെ ആ ഒരു പ്രഷറിൽ ഇതെങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് കുറച്ച് ഹോഴ്സസിൻ്റെ പിക്ചേഴ്സാണ്. നമ്മൾ ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് ഹോഴ്സസ് ആനിമേറ്റഡ് ആയി റൺ ചെയ്യണ പോലെ തോന്നും. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ ടുഡേ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണു. ഷാർജ സയൻസ് മ്യൂസിയം. അപ്പോൾ ഞങ്ങളുടെ ചാനൽ എന്തായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. ബൈ.